ലോകമെമ്പാടും വളരെ പോപ്പുലറായിട്ടുള്ളൊരു അറേബ്യൻ സൈഡ് ഡിഷുണ്ട്, ഹുമൂസ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇനി നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്ന റെസിപ്പി ഹുമൂസ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ചാനലിലെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസും ഫീഡ്ബാക്കും കമൻസായിട്ട് കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഇന്ന് ഞാൻ വൈറ്റ് കടല വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ തൊലി എടുക്കുന്നതിലും കുഴപ്പമില്ല. ഇത് കണ്ടോ, നല്ല പൊടി പോലെ അത് വെന്തതാണ്. ഇത് ഞാൻ അല്പം ഉപ്പും അതുപോലെ തന്നെ ഗാർലിക്കും ചേർത്ത് വേവിച്ചതാണിത്. പ്രഷർ കുക്ക് ചെയ്തതാണ്. നന്നായിട്ട് വെന്ത ഈ കടല നമുക്ക് മിക്സറിനകത്തേക്ക് ഇടാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത് നമ്മുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇട്ടതാണ്, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ചെറിയൊരു സ്പൈസ് ലെവൽ അത് ആഡ് ചെയ്യും, വളരെ സറ്റിലായി. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി എന്ന് വേണമെങ്കിൽ പറയാം ജീരകം, ക്യുമിൻ. ജീരകം ചിലർ അവോയ്ഡ് ചെയ്യാറുണ്ട്, അതും ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇതിലേക്ക് ഒലിവ് ഓയിൽ നമുക്ക് വീണ്ടും ഒഴിക്കണം, എങ്കിലും ഇപ്പം അല്പം ഒലിവ് ഓയിൽ ഒഴിക്കണം. പിന്നീട് ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീരൊഴിക്കണം. ഇതിനും പുളി കൂടിപ്പോയാൽ നല്ലതല്ല, പുളിയുടെ ലെവൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിച്ചത്. ഇതിലേക്ക് നമുക്കിനിയും തഹീന ഒഴിക്കണം. തഹീന എന്ന് പറയുന്നത് എള്ളാണ്, അത് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. അല്പം ഉപ്പ്. ഞാൻ പറഞ്ഞല്ലോ, കടല ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിച്ചത്, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇടരുത്. ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ ഹുമൂസ് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരല്പം ഒലിവ് ഓയിലും കൂടി ഒഴിക്കുകയാണ്. എന്നിട്ടൊന്ന് ഒച്ചിരി ലൂസാക്കാനായിട്ടാണ്. ഒരല്പം വെള്ളം വേണമെങ്കിലും ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്നുകൂടി മിക്സിക്ക് അതിലടിച്ചാലും മതി. നമുക്കിനി ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ടൊന്ന് ഒഴിക്കാം. വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു റെസിപ്പിയും കൂടെയാണ്, ഫുൾ ഓഫ് പ്രോട്ടീനാണിത്. കാര്യം ഒന്നാമത് എള്ള്, അതിൻ്റെ കൂടെ ചിക്ക് പീസ് അഥവാ നമ്മുടെ പുട്ടിൻ്റെയൊക്കെ കടലയില്ലേ, ആ കടലയാണ്. അപ്പോൾ ഒരുപാട് പ്രോട്ടീനുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷും കൂടെയാണ് ഈ ഹുമൂസ്. അപ്പോൾ ഇതിനകത്ത് ഹുമൂസൊക്കെ നല്ല ഭംഗിയായിട്ട് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് അതിനകത്തേക്ക് നമുക്ക് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളും കൂടെ ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ ഹുമൂസ് റെഡിയാവും. ഇതിലേക്ക് ഹോളായിട്ടുള്ള 1, 2, 3 ചിക്ക് പീസ് തന്നെ ഇടാം. നമുക്കിതിലേക്കൊരല്പം പപ്രിക പൗഡറും കൂടി ഇടാം. ഇതൊന്നും നിർബന്ധമല്ല കേട്ടോ, നമ്മുടെ ഹുമൂസ് ഓൾറെഡി കംപ്ലീറ്റ് ആണ്. പക്ഷേ നമ്മളിതൊന്ന് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പോമഗ്രാനൈറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.